ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചെറുപയർ ദോശ ഉണ്ടാക്കാൻ പോവാം. സാധാരണ ചെറുപയർ ചെറുപയർ മാത്രമായിട്ടാട്ടോ ഇന്ന് ഉണ്ടാക്കണത്. നമ്മൾ അട ഉണ്ടാക്കൂല, അട ഉണ്ടാക്കുമ്പോൾ എല്ലാ പരിപ്പ് പയർ അങ്ങനെ ചേർത്തുണ്ടാക്കാറുണ്ടായിരുന്നു. അതായത് കുറച്ച് അരി കൂടുതൽ പയറുവർഗ്ഗങ്ങൾ, എല്ലാ പയറുകളും അല്ലെങ്കിൽ പരിപ്പുകൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് അട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചെറുപയർ മാത്രമായിട്ട് അട ഉണ്ടാക്കാൻ പോവാണ്. എന്താ പറയുക, അത് ഭയങ്കര സോഫ്റ്റായിരിക്കും കേട്ടോ ചെറുപയർ മാത്രമായിട്ട് അരയ്ക്കുമ്പോൾ. അത് കാരണം ഞാൻ കുറച്ച് അരിപ്പൊടി അതിൽ ചേർക്കേണ്ടത്. അത് നമ്മൾ എത്ര ക്രിസ്പായിട്ട് വേണോ അത് നമ്മുടെ ഇഷ്ടം, എത്ര അരിപ്പൊടി ചേർക്കണം എന്നുള്ളത്. കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി നോക്കി. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തീ ഒന്ന്, അതായത് ഗ്യാസ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ അധികം കളറിങ്ങനെ കറുത്ത കളർ വരാത്ത രീതിയിലൊന്ന് പോകും. പിന്നെ എൻ്റെ ഇരുമ്പിൻ്റെ തവയാട്ടോ, അത് കാരണം ചിലപ്പോൾ പെട്ടെന്ന് ചൂടായാൽ കുറേ നേരം ചൂട് നിൽക്കും. ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ വളരെ സിമ്മാക്കി വെച്ചാലും മതിയാവും, നന്നായിട്ട് കളറൊന്നും മാറാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചെറുപയർ ദോശ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒരു കപ്പ് ചെറുപയർ ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്, ഇനി അത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി മിക്സി ജാറിലേക്ക് ചേർത്തു. പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു പകുതി സവാളയും കൂടി ചേർക്കുകയാണ്. പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ആട്ടോ ഇട്ടേക്കണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമായിട്ട് ഒഴിക്കാവൂ. നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി മാറ്റി വെക്കേണ്ട കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിക്കണില്ല. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിനുള്ള ചട്നി തയ്യാറാക്കട്ടെ. അപ്പം ഞാൻ വെളുത്തുള്ളി, സവാള, പച്ചമുളക്, പിന്നെ ചുമന്ന മുളക്, അതായത് എരിവ് കുറഞ്ഞ മുളക്, കുറച്ച് മല്ലിയില, തക്കാളി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞു. ഞാൻ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ദോശക്കല്ലൊക്കെ ചൂടാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് എണ്ണയൊക്കെ തടവി കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ, കാരണം ചെറുപയറായതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. കാരണം നമുക്ക് വയറിന് ദൂഷ്യമൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരിച്ച് ഇടാം. അപ്പോൾ കളറ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കളറൊന്ന് സൂക്ഷിക്കണം. അത് നമ്മളൊന്ന് ഗ്യാസ് സിമ്മാക്കി വെച്ചാൽ മതിയാവും. കരിഞ്ഞേക്കണതല്ല കേട്ടോ, അത് ചെറുപയർ വളരെ സോഫ്റ്റ് അല്ലേ അത് അരച്ച് കഴിയുമ്പോൾ, അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ച് 2 വശവും നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ദോശ അങ്ങനെ കുറച്ച് കളറ് മാറിയത് നമ്മൾ പിന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. അത് കുറച്ച് അരിപ്പൊടി ക്രിസ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർക്കാം കേട്ടോ. കാരണം വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ചെറുപയർ മാത്രമാകുമ്പോൾ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ചട്നിയോടെ അരച്ച് കഴിഞ്ഞു. കണ്ടില്ലേ, നൈസായിട്ട് അരച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ദോശ കൂട്ടി, ചെറുപയർ ദോശ കൂട്ടി അല്ല ചമ്മന്തി കൂട്ടി കഴിക്കാം അല്ലേ. ചെറുപയർ ദോശയും നല്ല വെളുത്തുള്ളി ചട്നി. അപ്പോൾ ഗ്യാസ് പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടാവില്ലല്ലോ, ചെറുപയറാകുമ്പോൾ കുറച്ച് വയറിന് എന്തെങ്കിലുമൊക്കെ വന്നാലും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം.